ഓക്കെ, സോ നിങ്ങളുടെ ബഡ്ജറ്റ് 15,000 രൂപയാണെങ്കിലും 1,00,000 രൂപയാണെങ്കിലും നിങ്ങളുടെ ആവശ്യം, അതായത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നിങ്ങളൊരു ഫോൺ സെലക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ആ ഫോണിൻ്റെ പ്ലസും മൈനസും, അതായത് ഗുണങ്ങളും ദോഷങ്ങളും അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഒരു ഫോൺ ഡിസൈഡ് ചെയ്യാൻ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ 15,000 റുപ്പീസിൻ്റെ താഴെയുള്ള ദി ബെസ്റ്റ് ഫോൺസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഫോൺസിന്റെ ഫീച്ചേഴ്സും പ്ലസ് മൈനസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഫസ്റ്റ് ഫോൺ സാംസങ് ഫാൻസിന് വേണ്ടിയാണ്. ആ ഫോണാണ് സാംസങ് ഈയിടെ ലോഞ്ച് ചെയ്ത സാംസങ് F15 5G 90 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, MediaTek Dimensity 6100 പ്ലസ് ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, മോണോ സ്പീക്കേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടൂല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിം ആൻഡ് ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ മാക്രോ ക്യാമറയുണ്ട്, അത് വിട്ടേക്ക്. എന്തായാലും 5 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സാംസങ്ങിന്റെ ബ്രാൻഡിംഗ് ഉണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അറിയാലോ, നോക്സ് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, സാംസങ് വാലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ NFC ഇല്ലാത്തതുകൊണ്ട് ടാപ്പ് ആൻഡ് പേ നടക്കൂല. ഓക്കെ, 12,999 രൂപയുടെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ദി ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ആയിരിക്കും. ആക്ച്വലി ഞാൻ ഈ ഒരു ഫോൺ വെച്ചെടുത്ത ഫോട്ടോസ് ട്വിറ്ററിൽ ഇട്ട് നോക്കിയിരുന്നു. എല്ലാവരും പറഞ്ഞത് 20-25,000 രൂപയുടെ ഫോൺ വെച്ചെടുത്ത ഫോട്ടോസ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. എന്നാൽ ബോക്സിൽ ചാർജർ വരുന്നില്ല, അറിയാലോ സാംസങ്ങിന്റെ ഫോണാണ്. സോ ആ ഒരു എക്സ്ട്രാ ക്യാഷ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ആ ഒരു ഡിസ്പ്ലേയുടെ മേളിൽ നമ്മുടെ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത്. അതായത് പഞ്ച് ഹോൾ കട്ടൗട്ട് ഒന്നും കിട്ടൂല. പിന്നെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ലേശം പൊടിക്ക് തിക്കാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഓവറോൾ നിങ്ങളൊരു സാംസങ്ങിന്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് 12,999 രൂപയ്ക്ക് നിങ്ങൾ സാംസങ്ങിന്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ് F15 ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ആക്ച്വലി ഈ ഒരു ഫോണിന്റെ 6GB 128GB 14,500 രൂപ കിട്ടുന്നുണ്ട്. പക്ഷെ എന്റെ സജഷൻ ആയിരിക്കും അതിന് പകരം 14,999 രൂപ കിട്ടുന്ന സാംസങ് M34 5G ഉണ്ടല്ലോ. യെസ്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണാണ്. സ്റ്റിൽ ഈ ഫോണിന്റെ കാര്യം കുറച്ചും കൂടി വാല്യൂ ഫോർ മണി സാംസങ് ഗാലക്സി M34 5G കിട്ടും. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, Exynos 1280 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയും ആ ഒരു മോണോ സ്പീക്കർ ഉണ്ട്, സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ, ഹൈബ്രിഡ് സിം സ്ലോട്ട്. ഇവിടെ അൾട്രാ വൈഡ് ക്യാമറ 8 മെഗാ പിക്സൽ ആണ് കിട്ടുന്നത്. ബാക്കി സാംസങ്ങിന്റെ ബ്രാൻഡിംഗ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. പ്ലസ് ഇവിടെ NFC കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി സാംസങ് വാലറ്റ് ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. 15,000 റുപ്പീസിന്റെ താഴെ നിങ്ങളൊരു പവർ പാക്ഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും റിയൽമി ഈയിടെ ലോഞ്ച് ചെയ്ത റിയൽമി P1. എനിക്കറിയാം ഒരുപാട് പേര് ഈ ഫോണിന്റെ റിവ്യൂ അൺബോക്സിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിനോ ഞാൻ കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. വൈകാതെ ഈ ഫോണിന്റെ അൺബോക്സിംഗ് റിവ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഓക്കെ, സോ ഡോണ്ട് വറി. സോ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, MediaTekന്റെ Dimensity 7050 ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് റിയൽമി ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ തരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. സോ ദാറ്റ് ഇസ് നൈസ്. പിന്നെ റിയൽമിയുടെ ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഒക്കെ കാണും, ആഡ്സ് ഒക്കെ കാണും, അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതേ സമയത്ത് BGMI പ്രത്യേകിച്ചും ഗെയിമിംഗ് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ BGMI 60 FPS വേണ്ടിയുള്ള സപ്പോർട്ട് റിയൽമി ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ്. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഒരു ഫോൺ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. സോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റ് റിവ്യൂസ് കണ്ടു നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ അൺബോക്സിംഗ് റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ ഫോണിന്റെ പ്രൈസ് 15,999 രൂപയാണ്. എന്നാൽ ഇനീഷ്യലി എനിക്ക് തോന്നുന്നു റിയൽമി 1,000 റുപ്പീസിന്റെ ഓഫ് വെച്ചിട്ടുണ്ട്. സോ ഈസിലി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 14,999 രൂപ കിട്ടും. നെക്സ്റ്റ് വാല്യൂ ഫോർ മണി ഫോണാണ് പോക്കോ എന്ന ബ്രാൻഡിന്റെ പോക്കോ X6 Neo. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, MediaTekന്റെ Dimensity 6080 ചിപ്സെറ്റ്, 108 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ചാർജിംഗ്. എന്നാൽ മോണോ സ്പീക്കർ ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ പഴയ ആൻഡ്രോയിഡ് 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് 14 ഇവിടെ കിട്ടൂല. ഓക്കെ, എന്തായാലും അപ്ഡേറ്റ് വരും. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ്. പ്രത്യേകിച്ച് ആ ബെസൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ബെസൽലെസ് എന്നൊക്കെ പറയാൻ പറ്റും ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ ഇവിടെയും അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു മൈക്രോ SD കാർഡും ഒരു സിം ഇടാൻ പറ്റും. സോ പോക്കോയുടെ ഫോൺ ആയതുകൊണ്ട് അറിയാലോ, എന്തായാലും വാല്യൂ ഫോർ മണി ആയിരിക്കും. ഇതും വാല്യൂ ഫോർ മണി ഫോണാണ്. ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 15,999 രൂപയാണ്. എന്നാൽ ഈ ഫോണിന്റെ കൂടെ നിങ്ങൾക്ക് 1,000 റുപ്പീസിന്റെ ഓഫ് കിട്ടും. പ്ലസ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് തന്നെ 8GB ആണ്. സോ ആ ഒരു 8GB വേരിയന്റ് നിങ്ങൾക്ക് 15,000 റുപ്പീസിൽ വാങ്ങാൻ പറ്റും. കുറച്ചും കൂടി ഒരു ഓൾറൗണ്ട് സെറ്റപ്പ് നോക്കുന്നുണ്ടെങ്കിൽ മോട്ടോറോള G64 ഉണ്ട്. പക്ഷേ ഇവിടെ AMOLED ഡിസ്പ്ലേ കിട്ടുന്നില്ല. 120 ഹെർട്സിന്റെ IPS LCD പാനലാണ് വരുന്നത്. MediaTekന്റെ Dimensity 7025 ആണ് ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. ഇവിടെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്.
വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അൾട്രാവൈഡ് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് ക്യാമറ മോട്ടോറോള ഈ ഫോണിൽ തന്നിട്ടുണ്ട്. എന്നാൽ നോർമലി മോട്ടോറോള ഫോൺസിൽ ഈ ബ്ലോട്ട് വേസ് ഒന്നും വരാറില്ല. പക്ഷേ ഇപ്പം ഈയിടെ മോട്ടോറോള ബഡ്ജറ്റ് ഫോൺസിൽ മോട്ടോറോള ബ്ലോട്ട് വേസ് തരുന്നുണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ ബ്ലോട്ട് വേസ് ഒക്കെ ഉണ്ട്. എന്നാൽ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അതിൽ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, പിന്നെ മോട്ടോറോള ഫോൺസിൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ജെസ്റ്റർ ഫീച്ചർ ആണെങ്കിലും സെക്യൂർ ഫോൾഡർ, ഫാമിലി സ്പേസ്, അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് NFC-യുടെ ഫീച്ചർ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഫോൺ ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പാക്കേജാണ് മോട്ടോറോള G64. ഇനി നിങ്ങൾക്കൊരു ഇന്ത്യൻ ബ്രാൻഡ് വേണമെങ്കിൽ പ്ലസ് നിങ്ങളുടെ ബഡ്ജറ്റ് ലേശം കുറവാണെങ്കിൽ ലാവ സ്റ്റോം 5G എന്ന ഫോൺ നോക്കാം. 120 ഹെർട്സിന്റെ IPS LCD പാനൽ, മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 6080 ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ചാർജിംഗ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, മോണോ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. സിം സ്ലോട്ട് ഹൈബ്രിഡ് ആണ്. എന്നാൽ അൾട്രാവൈഡ് ക്യാമറ ഉണ്ട്. ഓക്കെ, സോ ഈ പ്രൈസിലും ലാവ അൾട്രാവൈഡ് ക്യാമറ തന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഫോൺ ആയതുകൊണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ്. പക്ഷേ നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ലാവയുടെ ഫോൺസിൽ ഈ അനാവശ്യമായ ബ്ലോട്ട് വേസും ഗെയിംസ് ഒന്നും വരാറില്ല. ക്ലീൻ എക്സ്പീരിയൻസ് കിട്ടും. ഇനി 11,000 അല്ലെങ്കിൽ 12,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ലാവയുടെ ഫോൺ വേണ്ട, റിയൽമി മതിയെങ്കിൽ റിയൽമി 60X വരുന്നുണ്ട്. ഓക്കെ, കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട്. അതായത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഡിസൈനിലാണ് ഈ ഫോൺ വരുന്നത്. 120 ഹെർട്സിന്റെ IPS LCD ഡിസ്പ്ലേ, മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 6100 പ്ലസ് ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ സെൽഫി, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ചാർജർ, മോണോ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. സിം സ്ലോട്ട് ഹൈബ്രിഡ് ആണ്. ഇവിടെ അൾട്രാവൈഡ് ക്യാമറ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫോൺ ആയതുകൊണ്ട് ആൻഡ്രോയിഡ് 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. ഓക്കെ, സോ ഡീസന്റ് പാക്കേജ് ആണ്. നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഡീസന്റ് പാക്കേജ് ആയിരിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഇന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത മിക്ക എല്ലാ ഫോണിലും മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി ചിപ്സെറ്റ് ആണ്. നിങ്ങൾക്ക് മീഡിയാടെക്കിന്റെ ചിപ്സെറ്റ് വേണ്ട, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒരു ഫോൺ ഉണ്ട്. അതായത് വിവോയുടെ T3X. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 120 ഹെർട്സിന്റെ IPS LCD ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 6 Gen 1 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുടെ ഓപ്ഷൻ വരുന്നുണ്ട്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ഉണ്ട്. അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. പിന്നെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 മിക്കവാറും വരുന്നത്. പ്ലസ് 2 വർഷത്തെ അപ്ഡേറ്റ് ഒക്കെ കാണും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല. സോ നിങ്ങൾക്ക് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വേണമെങ്കിൽ ഈ വിവോ T3X എന്ന ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും ഫോൺ മിസ്സായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.